കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ബി.ജെ.പി. നടത്തിയ ആരോപണത്തിൽ വാസ്തവമില്ലെന്ന് ബി.ജെ.പി. ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് റിഷാദ് ഉയർത്തിയ ആരോപണങ്ങൾ ദുഷ്ടലാക്കോടെയാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ പറഞ്ഞു. വായ്പാ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു എന്നതാണ് വസ്തുതാവിധമായ കാര്യമാണ്. സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളുടെ പിൻബലത്തിലാണ് വായ്പാ സെറ്റിൽ. കാരണം കുടിശ്ശികയായിട്ട് ധാരാളം വർഷങ്ങൾ പിന്നിട്ട ലോണുകളാണ്, പഴയ ലോണുകൾ. അതാണ് അധികവും ഈ സെറ്റിൽമെന്റിൽ അവസാനിപ്പിക്കുന്നത്. അത്തരം ലോണുകൾ സെറ്റിൽമെന്റ് നടത്തുമ്പോൾ സർക്കാർ കൃത്യമായിട്ട് സർക്കുലർ പുറപ്പെടുവിക്കും. ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റത് ലാസ്റ്റ് ഗ്രേഡ് നിയമനമാണ് നടക്കുക. ഇതിൽ ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് പരീക്ഷ നടത്തുന്നത്. അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ബാങ്കിന് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അത് യാതൊരു തരത്തിലുള്ള ഭാഗ്യ ഇടപെടലിനും കഴിയില്ല. കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിൽ ചെന്നാൽ കാണാം, ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത്. കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചു വരുന്നവരാണ്. തെളിവോടെ ആരോപണമുന്നയിച്ചാൽ നടപടിയെടുക്കുമെന്നും രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ ബാങ്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നത് സഹകരണ വകുപ്പ് നടത്തുന്ന പരീക്ഷ വിജയിച്ചവരാണ്. കഴിഞ്ഞ ഒരു മാസത്തിനകം 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണവും അവാസ്തവമാണ്. ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി ഇ രമേശ്, വൈസ് പ്രസിഡന്റ് കെ ജയകുമാർ, ഡയറക്ടർമാരായ കെ അംബുജാക്ഷി, പി ബാലചന്ദ്രൻ, സി ബിജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.